Hi friends, Tips or Happy Life എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് യൂജിൻ. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ ഓയിൽ, ഹോം മെയ്ഡ് ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് പേര് യോജിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കറ്റാർ വാഴയും കറിവേപ്പിലയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ കാര്യം. നമ്മൾ ഇതിനു മുമ്പ് കറ്റാർ വാഴ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ട് അത് കറിവേപ്പില ഇടാമോ, എങ്ങനെ ഇടണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ പറിച്ചെടുക്കാം. ഇത് വിഷമൊന്നും അടിക്കാത്ത നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കറിവേപ്പില നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ആകാലം നേരെ അകറ്റുന്നതിനും മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളൊരു കറ്റാർ വാഴ ലീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. താരനുള്ള ആളുകൾക്ക് വളരെ നല്ല മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ്. തലയിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ റിപ്പയർ ചെയ്ത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുടി വളർച്ചയ്ക്ക് വേണ്ട പ്രോട്ടീനും മിനറൽസും ഒക്കെ നൽകാനായിട്ട് കറ്റാർ വാഴ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാനൊക്കെ എടുത്തപ്പോൾ ഇത് കൂടുതലുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മൾ ഇനിയൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. എണ്ണ കാച്ചാനായിട്ട് നമ്മൾ 2 ഓയിൽസാണ് എടുക്കുന്നത്. ഒന്ന് നല്ലെണ്ണ, അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ അളവിൽ നമുക്ക് ഓയിൽസ് എടുക്കണം. അതായത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ചെയ്യാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ രണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹെർബൽ ജ്യൂസ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാകാനായിട്ട് നിൽക്കേണ്ട, അതിനു മുമ്പ് തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. നമ്മൾ ചേർത്ത ജ്യൂസിൻ്റെ സത്ത് എണ്ണയിലേക്ക് വരണം. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് റെഡിയാവുന്നത്. നമ്മൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ 1 ഗ്ലാസ് മോരിൽ 2 തണ്ട് കറിവേപ്പില കൂടി അരച്ച് ചേർത്ത് ഒരു ദിവസം പല പ്രാവശ്യമായിട്ട് നമ്മൾ കുടിക്കുക. ഇത് മുടി സമൃദ്ധമായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുക. മുടിക്ക് തിക്നെസ്സൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടാകും, ഉള്ളു കുറവുള്ള ആൾക്കാർ. പുളി അടങ്ങിയ ആഹാരം നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് വളരെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളൊക്കെ ദഹനത്തെ ബാധിക്കുകയും മുടി വളർച്ചയെ അത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതുപോലെ ഇലക്കറികൾ, പച്ചക്കറികൾ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാം. ബദാം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതും മുടി വളരാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ തീയിൽ ഇട്ടേക്കണ്ട. അപ്പോൾ നമ്മുടെ പതക്കലൊക്കെ ഒന്ന് കുറഞ്ഞു വരണുണ്ട് ഈ ഒരു സമയത്ത്. അതായത് നമ്മുടെ ഈ ഒരു ഓയിലിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയുന്നതാണ്. വെള്ളം പറ്റി അതിൻ്റെ ആ സത്ത് മാത്രം നമ്മുടെ ആ എണ്ണയിലേക്ക് ആവുകയാണ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ഹെയർ ഓയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് കരിഞ്ഞു പോയെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയല്ല വേണ്ടത്, ചെറിയ തീയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നന്നായിട്ട് ആ പതയൊക്കെ ഒന്ന് കുറയുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഈ ഒരു ഓയിൽ ഒരു 30 മിനിറ്റ് മതി ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് ഓയിൽ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുള്ള സമയമാണ് കേട്ടോ.
പിന്നെ നമ്മുടെ തീയുടെ ഇതൊക്കെ അനുസരിച്ച് ഹൈ ഫ്ലെയിം ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരുവേ. ഇപ്പം നമ്മുടെ ഓയിലിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് പതയൊക്കെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ എടുത്തിങ്ങനെ നീക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയുടെ തിളയൊക്കെ നിന്ന് നല്ല കറക്റ്റ് പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇത്തിരി നമ്മൾ ഈ ബാലൻസ് വന്ന ഈ സാധനമൊക്കെ നമ്മൾ കോരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. ഇതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ചൂടാക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഹെയറിലും അതുപോലെ തന്നെ തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെറിയ അളവിലെടുത്ത് യൂസ് ചെയ്താൽ മതി. നമ്മളൊരു 2 സ്പൂൺ എന്ന കണക്കിന് എടുത്താൽ മതി. ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. പലരും ചോദിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ചെറിയ അളവിൽ അവർക്ക് യൂസ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ കഴുകാനായിട്ട് ഈ എണ്ണമയം കളയാനായിട്ട് നമുക്ക് താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഹെയറിന് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യം അതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഹീമോഗ്ലോബിൻ കുറവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതുകൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും. ഈ ഓയിൽ നമ്മൾ തലയിൽ തേച്ച് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധാരണ പോലെ തന്നെ മുടി കഴുകാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞ മറ്റ് ഫുഡ് ഹാബിറ്റ്സ് കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ആരൊക്കെയാണ് ഓയിൽ തയ്യാറാക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനലിനെ കുറിച്ച് അവരോട് കൂടി പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അത് എന്നെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.